അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും സുഖമാണ് അല്ലേ? നിങ്ങളെല്ലാവരും ലെവൽ 3-ലെത്തിയില്ലേ? മാഷാ അല്ലാഹ്, എല്ലാവരും ലെവൽ 3-ലെത്തി. ലെവൽ 1-ൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ നമുക്ക് ബാഡ്ജൊക്കെ കിട്ടിയില്ലേ? എല്ലാവർക്കും ബാഡ്ജ് കിട്ടിയോ? ബാഡ്ജൊക്കെ കിട്ടിയില്ലേ? പിന്നെ നമ്മൾ ലെവൽ 2 ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ബാഡ്ജ് കിട്ടിയില്ലേ? ഇനി നമ്മൾ ലെവൽ 3-ൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇനി ലെവൽ 3-ന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോയാലോ? എല്ലാവർക്കും ട്രിപ്പ് പോകാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇന്ന് നമുക്ക് ടൂർ പോകട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇന്ന് ട്രിപ്പ് പോവുകയാണ്. നിങ്ങളെല്ലാവരും സാറിന് കൂടെ വരൂലേ? നമ്മളെ എങ്ങോട്ടാ ട്രിപ്പ് പോകണമെന്ന് അറിയാം നിങ്ങൾക്ക്? എങ്ങോട്ടായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാൻ പോണത് ഒരു ഫാമിലേക്കാണ്. എവിടെയൊക്കെ പോണേ? ഒരു ഫാമിലേക്കാണ്. കൂട്ടുകാരെ, ഫാം എന്താന്ന് നിങ്ങൾക്കറിയോ? ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കറിയാം? കൃഷി ചെയ്യുന്ന സ്ഥലം അല്ലേ? കൃഷിസ്ഥലത്തെയാണ് ഫാം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അല്ലേ, കൃഷി ചെയ്തുണ്ടാക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സ്ഥലത്തിനാണ് കേട്ടോ എന്ത് പറയുന്നത്? ഫാം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന റൈസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ഐറ്റംസും എവിടെ കൃഷി ചെയ്യുന്നത്? ഫാമിൽ നിന്നാണ്. നിങ്ങൾ ഫാം കണ്ടിട്ടുണ്ടോ? ആരൊക്കെ ഫാമിൽ പോയിട്ടുണ്ട്? ഫാം കണ്ടവരാരൊക്കെ ഉണ്ട്? ചില ആൾക്കാരൊക്കെ ഫാം കണ്ടിട്ടുണ്ട് അല്ലേ? ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ഫാമിൽ പോയിട്ടുണ്ടാവും, എന്നാലും ചില ആൾക്കാർ പോയിട്ടും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഒരു ഫാം കാണാൻ പോവാണ്. നിങ്ങളെല്ലാവരും റെഡി ആണോ? എന്നാ ഐ ആം റെഡി എന്ന് പറയും. എല്ലാവരും റെഡിയാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ സാറിൻ്റെ കൂടെ നിങ്ങളും സാറും ഫാം കാണാൻ പോവാണ്. ഫാമിലേക്ക് നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് അറിയോ കൂട്ടുകാർക്ക്? എങ്ങനെയാണ്? നമ്മളിന്ന് ഫാമിലേക്ക് പോകുന്നത് ഒരു ട്രാക്ടറിൽ കയറിയിട്ടാണ്. എന്തിലാണ്? ട്രാക്ടറിൽ കയറിയിട്ടാണ് നമ്മൾ ഫാമിലേക്ക് പോകാൻ പോണത്. കൂട്ടുകാർ ട്രാക്ടർ കണ്ടിട്ടുണ്ടോ? ട്രാക്ടർ കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ചില ആൾക്കാർ കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടവരും ഉണ്ട് അല്ലേ? നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. ഫാമേഴ്സൊക്കെ, കർഷകരൊക്കെ അവരുടെ കൃഷിസ്ഥലത്തിലൂടെ ട്രാക്ടറിലാണ് പോവുക. എന്തിലാ പോലെ? ട്രാക്ടറിലാണ് കേട്ടോ അവരൊക്കെ കൃഷിസ്ഥലത്തിലൂടെ പോവല്. കാരണം എന്തായിരിക്കും? ഫാമിലൂടെ നമ്മൾ ബൈക്കും, കാറും, സ്കൂട്ടറും അതുപോലത്തെ വാഹനങ്ങളൊന്നും പോകൂല. പോവോ? പോവൂല അല്ലേ? അതുകൊണ്ടാണ് ഫാമേഴ്സ് ട്രാക്ടർ തിരഞ്ഞെടുത്തത്. ട്രാക്ടറിലൂടെയാണ് അവർ കൃഷിസ്ഥലത്തിലൂടെ പോകാറുള്ളത്. നമ്മൾ ഇന്ന് ട്രാക്ടറിലൂടെയാണ് കേട്ടോ പോണത്. സാറിൻ്റെ കൂടെ നിങ്ങൾ വരൂലേ? ഇൻഷാ അല്ലാഹ് സാറിൻ്റെ കൂടെ നിങ്ങൾ വരണം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾ ട്രാക്ടർ കണ്ടോ? നമുക്ക് പോകാനുള്ള ട്രാക്ടർ ഇതാ റെഡി ആയിട്ട് നമ്മൾ അടുത്തുണ്ട് അല്ലേ? നല്ല രസമുള്ള ട്രാക്ടറാണ് അല്ലേ? നമുക്കത് ഇതിലാണ് കേട്ടോ ഇൻഷാ അല്ലാഹ് കൃഷിസ്ഥലത്തിലൂടെ പോകാനുള്ളത്. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ട്രാക്ടറാണ്. അപ്പം നമുക്ക് ഈ ട്രാക്ടറിൽ കയറിയിട്ട് കൃഷിസ്ഥലത്തേക്ക് പോകണം. കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്നാൽ ട്രാക്ടറിൽ കയറിയാലോ? നമുക്ക് പോകണ്ടേ? ഇൻഷാ അല്ലാഹ് സാർ എന്നാൽ ട്രാക്ടറിൽ കയറട്ടെ കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ യാത്ര പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. എന്നാൽ സാറ്
വാഹനത്തിൽ കയറിയ ദുആ ചൊല്ലട്ടെ കേട്ടോ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. കൂട്ടുകാരെ, എല്ലാവരും സാറിൻ്റെ കൂടെ ദുആ ചൊല്ലിയോ? നമ്മൾ ഏത് വാഹനത്തിൽ കയറുമ്പോഴും ഈ ദുആ മറന്നു പോകാതെ ചൊല്ലണം കേട്ടോ. അന്ന് നമ്മൾ കാട്ടിലേക്ക് ജീപ്പിൽ പോയപ്പോഴും അതുപോലെ തന്നെ പ്ലെയിനിൽ പോയ സമയത്തും ഹെലികോപ്റ്ററിൽ പോയപ്പോഴൊക്കെ നമ്മൾ ഈ ദുആ ചൊല്ലിയിരുന്നു. കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ഏത് വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ ഈ ദുആ മറന്നു പോകാതെ ചൊല്ലണം. ഇൻഷാ അല്ലാ ഈ ദുആയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. എന്നാൽ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, സാറ് അവിടെ എത്തിയിട്ട് നമ്മളായിട്ട് സംസാരിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ സാറ് യാത്ര തുടങ്ങട്ടെ. സാറ് പോട്ടെ കേട്ടോ.